സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനവും ഹുക്സ് ലോയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതിനായിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഹുക്സ് ലോ എന്നുള്ളതാണ്. അതായത് ചില മാറ്ററുകളിൽ നടക്കുന്ന ചെറിയ ചെറിയ ഡിഫോർമേഷൻ, രൂപമാറ്റങ്ങൾ, അങ്ങനെയുള്ള രൂപമാറ്റങ്ങളിൽ അല്ലെങ്കിൽ ഒരു സ്പ്രിങ്ങിൻ്റെ ലെങ്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇവയിലെല്ലാം ഈ കൊടുക്കുന്ന ലോഡിനനുസരിച്ച് ഇതിൻ്റെ ഡിഫോർമേഷൻ മാറുന്നത് കാണാൻ സാധിക്കും. അതായത് എത്രമാത്രം ഫോഴ്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ അതിനാനുപാതികമായ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ലെങ്തിൽ വരുന്ന വ്യത്യാസമായിരിക്കും അതിലുണ്ടാവുക എന്നുള്ളതാണ് ഹുക്സ് ലോ എന്ന് പറയുന്നത്. ഈ ഹുക്സ് ലോയെ നമ്മൾ ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി എന്നും പറയാറുണ്ട്. ഈ ഹുക്സ് ലോയുടെ ബേസിലാണ് നമ്മൾ സ്പ്രിംഗ് ത്രാസ് വർക്ക് ചെയ്യുന്നത്. ആ സ്പ്രിംഗ് ത്രാസിൻ്റെ അറ്റത്ത് തൂക്കിയിരിക്കുന്ന ആ സ്പ്രിങ്ങിൻ്റെ അറ്റത്താണ് നമ്മൾ ഒരു ലോഡ് ഇടുന്നത്. ആ ലോഡ് ഇടുമ്പോൾ ആ ലോഡിന് ആനുപാതികമായിട്ട് ആ സ്പ്രിംഗ് ത്രാസിൻ്റെ ഇനിഷ്യൽ പോയിൻറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ അറ്റത്ത് തൂക്കിയിരിക്കുന്ന ആ ലോഡ് എത്രയാണെന്ന് കണ്ടെത്തുന്നത്. അപ്പോൾ ഇങ്ങനെ ആ തൂക്കുന്ന ലോഡ് അല്ലെങ്കിൽ താഴോട്ടുള്ള വലിവ് അതിനാനുപാതികമായിട്ട് സ്പ്രിങ്ങിൽ വരുന്ന ആ വ്യത്യാസം, ആ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിഫറൻസ്, അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആ ഫോഴ്സിൻ്റെ, ആ ലോഡിൻ്റെ വെയിറ്റായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനം ശരിക്കും ബേസ് ചെയ്തിരിക്കുന്നത് ഹുക്സ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഇലാസ്റ്റിസിറ്റി അനുസരിച്ചാണ്. ഇത് സാധാരണ മത്സര പരീക്ഷകളിലെല്ലാം ചോദിക്കാറുള്ള ഒരു വിഷയമാണ്.